ഹലോ. അപ്പൊ ഇത് നമ്മുടെ 30 days വെയിറ്റ് ഗെയിനിങ് സീരീസിന്റെ ലാസ്റ്റ് ഡേ, ഇനി 30th ഡേ ആണ്. ഈ ഒരു ക്ലിപ്പ് ഞാൻ ഇന്ന് എടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനത് അതിലൂടെ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ എന്താ പറയാ, ഈ ലാസ്റ്റത്തെ 1 week എനിക്ക് ഒന്നും, അതായത് വർക്ക്ഔട്ടും ഫുഡും ലൈക്ക് ഓക്കെ എന്ന ലെവല് ഫുഡ് കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പീരീഡ്സ് ഒക്കെ ആയ ടൈമിൽ വർക്ക്ഔട്ടിനൊന്നും പോകാൻ പറ്റില്ല. ഞാൻ വീട്ടിലാണെങ്കിൽ എനിക്ക് നല്ല പെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ അതും ചെയ്തില്ല. അപ്പൊ ലാസ്റ്റത്തെ ഒരു വീക്ക് ഒരു ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ എന്റെ വെയിറ്റ് ഞാൻ ഓൾറെഡി ഇതിനകത്ത് ആഡ് കാണിച്ചിട്ടുണ്ട്. 46.8 തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടില്ല, കാരണം ഫുഡ് കുറച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. മീൻസ് ആ ഒരു ഡേ ഒക്കെയാണ് ഞാൻ വയറുവേദന സ്കിപ്പ് ചെയ്തത്. ബാലൻസ്ഡ് ഡേ ഒക്കെ ഞാൻ അത്യാവശ്യം നല്ല ലെവലിൽ കഴിക്കുന്നുണ്ടായിരുന്നു. ഫുഡ് ഇടപെട്ടിട്ടാണെങ്കിലും സ്മൂത്തി കഴിക്കുന്നത് മീൻസ് എന്താ പറയാ, അത്യാവശ്യം കലോറി ഉള്ളത് ലിക്വിഡ് കലോറീസ് ഞാൻ കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ 30 days സീരീസ് കഴിഞ്ഞ ശേഷം അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇടുമെന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നാലും ഇപ്പൊ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഇനിയുള്ള ഒരു ഡേയിൽ എന്തായാലും എന്റെ ഫുൾ എക്സ്പീരിയൻസ് 30 days എനിക്ക് എന്തൊക്കെയാണ് മിസ്റ്റേക്സ് പറ്റിയത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്, എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്റെ തന്നെ ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ, ബട്ട് ഞാൻ കംപ്ലീറ്റ്ലി എന്റെ ഒരു എക്സ്പീരിയൻസ് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും ഈ ഒരു വീക്കിനുള്ളിൽ തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അതായത് ഈ ഒരു അടുത്ത ഇന്നിപ്പോ സൺഡേ ആണ്. അപ്പൊ അടുത്ത ഒരു സൺഡേക്കുള്ളിൽ എന്തായാലും ആ ഒരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ആൻഡ് ഓൾസോ പലരും എൻ്റെ അടുത്ത് റെസിപ്പീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ലോങ് വീഡിയോസ് എനിക്ക് ചെയ്യണമെന്നുണ്ട്. വ്ലോഗ്സ് ഇനിയുള്ള ഡേയ്സിലൊക്കെ ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യും. ബിക്കോസ് എനിക്ക് ഏതൊക്കെ ആംഗിളിൽ നിന്ന് എടുക്കണം, എങ്ങനെ എടുക്കണം, അങ്ങനൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് മടിച്ച് നിന്ന്. ബട്ട് എനിവേ ഇനിയുള്ള ഡേയ്സിൽ, അതായത് ഇടയിലൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും എന്റെ വെയിറ്റ് ഗെയിനിങ് ജേർണി നിർത്തുന്നില്ല. അതായത് വെയിറ്റ് ഗെയിനിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ ഒരു ഇനിയും കിലോ കൂടുക എന്നല്ല. എന്റെ ഒരു ഗോൾ 47-48 ആയിരുന്നു. ബട്ട് ഇപ്പൊ 46.8 നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു ആവറേജ് ലെവലിൽ തന്നെ, അതായത് ഓവറായിട്ട് ഓവർലോഡ് ചെയ്ത് എനിക്ക് ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പർ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പീസ് മാത്രമായിട്ട്, അതായത് എനിക്ക് പേഴ്സണലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെസിപ്പീസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോസ് എടുത്തിട്ട് ഇടയിലായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരാം. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാം. ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാം. ബട്ട് എന്തായാലും ഈ ഒരു ചെറിയൊരു ക്ലിപ്പ് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇതിലൂടെ ഇരിക്കട്ടെ എന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് ആഡ് ആക്കുന്നത്. ഇനി ഇത് എഡിറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് നൈറ്റ് സമയത്തായി 10:30 അതിന്റെ അടുത്ത് ആയിട്ടുണ്ട് സമയം. അപ്പൊ അത് ഇനി എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഇനി ഇത് എഡിറ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ ആഡ് ആക്കിയിട്ട് വേണം എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്. ഓൾസോ ഒരു ഹോം വർക്ക്ഔട്ടിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ താഴെ ആഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ അതാക്കി തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു നിർബന്ധമില്ല. ബട്ട് ഞാൻ എപ്പോഴും റെഫർ ചെയ്തതാണ്, എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയതായിരുന്നു. ഇനി അതല്ലാതെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഗൂഗിളിനകത്ത് പോകുക, വർക്ക്ഔട്ട് ഹോം വർക്ക്ഔട്ട് എന്താ പറയുക, അപ്പർ ബോഡി ലോവർ ബോഡി, അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഓരോ മസിൽസിന്റെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നല്ല വർക്ക്ഔട്ട്സ് വരും. നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. ഞാൻ പറയുന്നത് സ്ട്രെച്ചിങ് ബാൻഡും ഒരു ഡംബിൾസും നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ മസിൽസിനും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വീട്ടിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ. ജിമ്മിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ ഈ എല്ലാ എന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ ജിമ്മിൽ പോകുക എന്നുള്ളത് തന്നെയാണ്. കാരണം അതൊരു എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ഭയങ്കര നമുക്ക് തന്നെ ഒരു എന്താ പറയാ, ഓക്കെ വി ആർ ഡൂയിങ് സംതിങ്. നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഫീൽ കൊണ്ടുവരാൻ പറ്റത്തിന് നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് പോകും നമ്മുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ജിമ്മിലൊക്കെ പോകാൻ പറ്റുന്ന സാഹചര്യമാണ്, പറ്റുമെങ്കിൽ പോകാൻ നോക്കുക. ബാക്കി കൂട്ടിന് ആരും ഇല്ലാതെ, ഞാൻ ഒരു ടൈമിൽ 75 ഹാർഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്ക് തന്നെ പോയത്. ഇപ്പോഴാണ് റിസെന്റ്ലി എൻ്റെ അനിയൻ വന്നത്. അവന്റെയും ടൈം അങ്ങോട്ട് മാറുന്നുണ്ട്. ഇപ്പോ എന്താ പറയാ, അവൻ ഇടയ്ക്ക് അവൻ വരാത്തപ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വെച്ചാൽ എന്തായാലും ഒറ്റയ്ക്ക് പോയി നോക്കാം. പാർട്ട്ണറും കാര്യങ്ങളൊക്കെ മീൻസ് ആരെങ്കിലൊക്കെ വരും. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുക. എപ്പോഴും എല്ലാവരും ആരെങ്കിലൊക്കെ വരട്ടെ എന്ന് തോന്നിട്ടൊന്നും കാര്യമില്ല. ഒറ്റയ്ക്ക് തന്നെ അങ്ങോട്ട് പോവാ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പറ്റുന്നവരാണെങ്കിൽ പോവാൻ നോക്കുക ജിമ്മിൽ. അതിപ്പോ വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, അതിനേക്കാളൊക്കെ ഉപരി നമുക്കൊരു മെന്റൽ പീസ് കിട്ടും. അതേപോലെ തന്നെ എന്താ പറയാ, നമുക്കൊരു അറ്റ്മോസ്ഫിയറും ഒരു ആംബിയൻസ് ഒക്കെ അല്ലേ, ആ ഒരു രീതിയിൽ. ഞാൻ ഒട്ടും പറ്റാത്തതാണെങ്കിൽ ഹോം വർക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് വേറൊരു കാര്യം, മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ഗെയിൻ ആവാതിരിക്കുക. അതായത് മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ, ഡോണ്ട് കെയർ. ലൈക്ക് നിങ്ങൾക്ക് തോന്നുവാണ് ഞാൻ വെയിറ്റ് ഗെയിൻ 75 ഹാർഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കും അയ്യോ എല്ലാവരും ഇങ്ങനെ പറയണം, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആവണം, ആ ഒരു രീതിയായിരുന്നു. അപ്പൊ എനിക്ക് ഗ്രാജുവലി ഞാൻ ഗെയിൻ ആയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഗെയിൻ ആയി എന്ന് പറയും, തടിച്ചു അയ്യോ ഓവറായല്ലോ പറയും, മെലിഞ്ഞു. എന്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും പോസിറ്റീവ് പറയാനും നെഗറ്റീവ് പറയാനും ആൾക്കാരുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ ബോധരേ ചെയ്യേണ്ട. ഞാൻ പിന്നെ അണ്ടർ വെയിറ്റ് പിന്നീട് ഞാൻ ഈ ഒരു ടൈമിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ഒരു 1 kg സംതിങ് അണ്ടർ വെയിറ്റ് ആയിരുന്നു. 44 സംതിങ്ങിലല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു അണ്ടർ വെയിറ്റ് ഇതാക്കണം. പ്ലസ് കുറച്ച് അത്യാവശ്യം നല്ലതായിട്ടുള്ള ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഇന്ന് നമ്മൾ നമ്മുടെ ശരീരത്തിൽ പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ടൈം നമ്മുടെ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതായത് ഈ ഒരു സാധനം നമുക്ക് ഒരൊറ്റ പ്രാവശ്യം കിട്ടുന്നതല്ലേ. അപ്പോൾ അതിനൊന്ന് നോക്കുക, അല്ലെങ്കിൽ അതിനെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൊണ്ട് വർക്ക്ഔട്ടിന് പോകുക, അതിനനുസരിച്ച് ഇതാവണമെന്നേ ഉള്ളൂ. നമുക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ ആവണം, അത് അണ്ടർ വെയിറ്റ് ആണ്, കുറച്ചുകൂടി ബെറ്റർ ആവണം, ദെൻ ഗോ ഫോർ ഇറ്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക ആ ഒരു രീതിയിൽ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരെ കെയർ ചെയ്യേണ്ട, ഈസി അല്ല ബട്ട് സ്റ്റിൽ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ അറിയണമെന്നുണ്ട്, അല്ലെങ്കിൽ റിഗാർഡിംഗ് ടു ദിസ് വെയിറ്റ് ഗെയിനിങ് ഓർ എന്നെ ഹെൽപ്പ് ചെയ്ത് എന്തെങ്കിലും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കമന്റ് ബോക്സിനകത്ത് പറയാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ.
പിന്നെന്താ മീൻസ് റിഗാർഡിംഗ് നിങ്ങൾക്ക് ഞാൻ എങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ റെസിപ്പീസിന്റെ വീഡിയോസ് ഞാൻ ഇടാം, ഫുൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഞാൻ അതല്ലാതെ ഞാൻ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിനകത്ത് കമന്റ് ചെയ്യാൻ, ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞു 75 ഹാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഞാൻ ഇങ്ങനെ വെയിറ്റ് ഗെയിനിങ് വീഡിയോ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ എനിക്ക് അധികം ഒന്നും കണ്ടിട്ടില്ല വീഡിയോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് എനിക്കത് എനിക്കറിയാം ലൈക്ക് ആ ഒരു സ്കിന്നി നിങ്ങൾ എന്റെ ഹൈലൈറ്റ് ഒക്കെ പോയി നോക്കുകയാണെങ്കിൽ പണ്ടത്തെ വീഡിയോനകത്ത് ഞാൻ ഭയങ്കര സ്കിന്നി, ഞാൻ പറ്റുവാണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ആഡ് ചെയ്യാട്ടോ. ലൈക്ക് എന്താ പറയാ, നിങ്ങൾ എന്റെ ഫുൾ ബോഡി ഒരു പെൻസിൽ പോലെയാ, അത്രയ്ക്ക് സ്കിന്നി ആയിരുന്നു ഞാൻ. അപ്പൊ അവിടെ നിന്ന് ഒരു ചേഞ്ച് കൊണ്ടുവന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ സെർച്ച് ചെയ്യാത്ത ഒന്നുമില്ല. അപ്പൊ ഞാൻ ആരെങ്കിലും അവൻ ചേഞ്ച് കാണുന്ന സമയത്ത് അയ്യോ എങ്ങനെ അവർ ചെയ്തെടുത്തത്, പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഫുഡ് കഴിച്ച് വർക്ക്ഔട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാറുന്നതേ ഉള്ളൂ. ഞാൻ വെച്ചാൽ എന്റെ ഒന്നും ഒരിക്കലും മാറില്ല, എന്തോ വേറെ മീൻസ് അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ കണ്ടപ്പോൾ അവർ എന്തോ അത്ഭുതം ചെയ്ത പോലെ. അങ്ങനെ ഒന്നുമില്ല, നിങ്ങളുടെയും മാറും, എന്തായാലും മാറും. ചേഞ്ച് ആവണം എന്നുണ്ടെങ്കിൽ എന്തായാലും ചേഞ്ച് ആവും. പിന്നെന്താ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബാലൻസ് എന്റെ ഈ ഒരു ഡേ, ലാസ്റ്റ് ഡേ ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട, അല്ലെങ്കിൽ ഒരു 7 days കഴിഞ്ഞതിന് ശേഷം ഈ വർക്ക്ഔട്ട് കാര്യങ്ങളൊക്കെ പോകാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇന്ന് ജിമ്മിൽ പോയിട്ടില്ല. ബാലൻസ് എന്ന് കഴിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, ഞാൻ ട്രൈ ചെയ്യാനായിട്ട്. സോ അപ്പൊ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ സീരീസ് എന്തായാലും അപ്പൊ എന്നോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ. വാം വാട്ടറും ഗീയും വെച്ച് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ആപ്പിളും ഡേറ്റ്സും നട്ട്സും 2 ഓംലേറ്റ് അങ്ങനെ കഴിച്ച്, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് ഉരുളക്കിഴങ്ങും ചോറും മാത്രമാണ് കഴിച്ചത്. പിന്നെ ഈവനിങ് ആയപ്പോഴേക്കും സ്മൂത്തി കുടിച്ച്, പിന്നെ ഡിന്നറിന് ചോറും ചെറുപയറും എടുത്ത്. ആൻഡ് നമ്മൾ ഫൈനലി ഈ ഒരു സീരീസ് എൻഡ് ചെയ്യുന്നത് 46.8 kg